ഹായ് വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ഇന്നാണ് ക്രിസ്മസ് ഡേ ഫൈനലി. സോ ഇന്നത്തെ വ്ലോഗ് ഞങ്ങളുടെ കുട്ടി കുട്ടി സന്തോഷങ്ങളും എൻ്റെ മെഗാ കുക്കിങ്ങും ഒക്കെ കലർന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്. സോ ആസ് എ ഡിസ്ക്ലെയിമർ ഞാൻ പറയട്ടെ, ഞങ്ങളുടെയൊക്കെ സൗണ്ട് പോയി കിടക്കുക. സോ അത് കുറച്ച് കോമഡി ആയിരിക്കും, അത് കാര്യമാക്കണ്ട. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രസൻസ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ക്രിസ്മസിന് എണീറ്റ് ആദ്യം പരിപാടി. പ്രസൻസ് എല്ലാം ഓപ്പൺ ചെയ്യുക. ഒരു മാസമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. സോ ഇനിവേ പ്രസൻസ് ഓപ്പൺ ചെയ്യുക. സോ പലരും പല പോലെയാണ്. നമ്മൾ ക്രിസ്മസ് ഡേ അന്ന് രാവിലെ ഫസ്റ്റ് തിങ് ആയിട്ട് പ്രസൻസ് ഓപ്പൺ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ചിലർ ബോക്സിംഗ് ഡേയിലാണ് പ്രസൻസ് ഓപ്പൺ ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ രീതിയാണ്. ഞാൻ ഹിന്ദുവാണ്, എനിക്ക് അങ്ങനത്തെ ഒരു രീതി ഇല്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള ഒരാൾ ക്രിസ്ത്യാനിയും ഒരാൾ UK-കാരനുമാണ്. സോ അവർക്ക് അവരുടേതായ രീതികൾ പറയുന്നു, ഞാൻ ചെയ്യുന്നു. പ്രസൻസ് ഓപ്പൺ ചെയ്യാനല്ലേ, എനിക്ക് എപ്പോഴാണെങ്കിലും ഞാൻ റെഡിയാണ്. സോ അങ്ങനെ. പിന്നെ ഞാനും ആഘോഷിക്കുന്നുണ്ട് ഈ ക്രിസ്മസ്. ഞാൻ എല്ലാ ക്രിസ്മസും ആഘോഷിക്കാറുള്ള ആൾ തന്നെയാണ്. ക്രിസ്മസ് ഓണമൊന്നും റിലീജിയസിനെക്കാട്ടിലും ഉപരി അതൊരു വികാരമല്ലേ. സോ അതുകൊണ്ട് എനിക്കും ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീസണാണ്. പിന്നെ ഒത്തിരി കാശ് പോവെങ്കിലും ഒത്തിരി പ്രസൻസും കിട്ടും. സോ അതുകൊണ്ട് ഐ എക്സൈറ്റഡ്. സോ ഫസ്റ്റ് പോയിട്ട് പ്രസൻസ് ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ മാരിനേറ്റ് ചെയ്ത് കുളിപ്പിച്ച് കടത്തിക്കണ ടർക്കി ഉണ്ട്, അതിനൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. സോ ഫസ്റ്റ് ലെറ്റ്സ് ഓപ്പൺ ദി ഗിഫ്റ്റ്സ്. ഇതാണ് ഞങ്ങളുടെ പ്രസൻസൊക്കെ. ബാക്കി രണ്ടെണ്ണം എണീറ്റ് വരുന്നേ ഉള്ളൂ. ശരിയാ. ആൻഡ് ഇതാണ് ഞങ്ങൾ എന്താണ് ക്രിസ്മസ് ഡിയറിനും സാന്റയ്ക്കും ഒക്കെ വേണ്ടി വെച്ചിരുന്ന സാധനങ്ങൾ. ഇത് അവർ വരുന്നതിന് മുമ്പേ ഞാൻ തിന്നും കുടിച്ചും തീർക്കണം. ഞാൻ പരമാവധി തിന്നാൻ ശ്രമിക്കും. സോ ദാറ്റ് അവർ വിശ്വസിക്കും സാന്റ വന്നു തേങ്ങയാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ തിന്നാൻ പോവാണ്. സോ ലെറ്റ്സ് ഈറ്റ്. രാവിലെ തന്നെ ബീർ കുടിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് കുറച്ച് കുടിച്ച് വെക്കാം. ഈ സാന്റയ്ക്ക് എല്ലാ വീട്ടിലും പോയി എല്ലാ ബീറൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാന്റയും കുറച്ചേ കുടിക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഞാനും ചെറുതായിട്ട് കുറച്ച് കുടിച്ചിട്ട് വെക്കാം. കുറച്ച് വീതം ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കഴിച്ച പോലെ എല്ലാവർക്കും തോന്നട്ടെ. ഓക്കെ ഡീൽ. ഇനി പോയി ബാക്കി രണ്ടെണ്ണത്തിനെയും വലിച്ച് പറിച്ച് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങളിരുന്ന് ഓരോ പ്രസൻസ് ആയിട്ടൊക്കെ തുറക്കുകയായിരുന്നു. 3 പേർക്കും കുറേ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വലുതാണോ ചെറുതാണെന്ന് വെച്ചാലും എന്താ പറയുക, ഒരു നല്ലൊരു സന്തോഷമാണ് ഓരോ പ്രസൻസ് ഇങ്ങനെ എന്താണെന്നൊക്കെ അറിയാൻ. അത് പലതും ഞാനിപ്പോൾ കാലമിന് കൊടുത്തതുണ്ടാവും, കാലം എനിക്ക് തന്നുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ചിലതൊക്കെ പണിയാണ്, ചിലതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്, ചിലതൊക്കെ എനിക്കൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ആൽബംസും ബുക്സും ഒക്കെ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യും. അതേപോലെ കുറേ പണിയും അങ്ങനെയൊക്കെ. അപ്പോൾ രസമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ക്രാക്കറാണ്. അതൊരു ആക്ടിവിറ്റി പോലെ ഒരു ചെറിയൊരു ക്രിസ്മസ് ക്രാക്കർ ആയിരിക്കും. അത് തുറക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞൊരു പ്രസൻറ്റും ഉണ്ടാവും. പിന്നെ ഒരു ലെറ്ററിൽ ഒരു ജോക്കും ഒരു ഫാക്റ്റും അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ക്രിസ്മസ് ആക്ടിവിറ്റി പോലെ. അത് കുറേ ഞങ്ങൾ തലേദിവസവും ചെയ്തായിരുന്നു. കുറേ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഇരുന്ന് ഞങ്ങൾ ക്രിസ്മസ് ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ചു. അപ്പോൾ അവൾക്ക് ഇപ്പോൾ കിട്ടിയത് ഒരു കാർഡിൻ്റെ ഡെക്കാണ്. അതിൻ്റെ സന്തോഷം. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ കാർഡ് വെച്ച് കളിച്ചായിരുന്നു. കുഞ്ഞ് ക്യൂട്ട് കാർഡ്. അതൊക്കെ കഴിഞ്ഞു. ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ക്രോസോണാണ് കഴിക്കുന്നത്. ക്രോസോണ്ടെന്ന് ചില പറയും, ക്രോസോണെന്ന് ചില പറയും. സോ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ബാക്കി കുക്കിങ്ങിലേക്കൊക്കെ പോകണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മടിയൊക്കെ കയറി തുടങ്ങി. പക്ഷേ സ്റ്റിൽ ടർക്കി കുക്ക് ചെയ്യണമല്ലോ, അതാണ് മെയിൻ ടാസ്ക്. ഇത് കുക്കാകാൻ വേണ്ടി ഒത്തിരി സമയം എടുക്കും. അപ്പോൾ വേഗം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാനുള്ള ത്വരമുണ്ട്. വേഗം വന്ന് അതൊക്കെ തുറന്ന് സെറ്റാണോ എന്നൊക്കെ നോക്കി എന്നിട്ട് കുക്കിങ്ങിലേക്ക് മെല്ലെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ടർക്കി. ഞാൻ ഇന്നലെ തന്നെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ ഉള്ളവർ ജസ്റ്റ് ഇതിനകത്ത് എന്താ പറയുക, പെപ്പറും സോൾട്ടും മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്തു. സ്കിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബട്ടറും പിന്നെ ഹേർബ്സും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് വിട്ടു. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോവില്ല എന്ന് പറയും.
ഇനിയിപ്പോൾ ഈ കാല് പിടിച്ച് കെട്ടിയാൽ മാത്രം മതി. അതിൻ്റെ ഉള്ളിലേക്ക് ഇനിയിപ്പോൾ ബാക്കി വെജിറ്റബിൾസൊക്കെ സ്റ്റഫ് ചെയ്യണം. ഓക്കെ, സോ അത് പ്രിപ്പയർ ചെയ്യട്ടെ. വെജിറ്റബിൾസ് സ്റ്റഫ് ചെയ്യണം. പിന്നെ വെജിറ്റബിൾസ് കുറച്ചിങ്ങനെ ട്രെയിലും ഇട്ടിട്ട് സെറ്റാക്കാം. സോ വെജിറ്റബിൾസ് പ്രിപ്പയർ ചെയ്യട്ടെ. ഞാനിങ്ങനെ ഭയങ്കര പ്രിപ്പയർഡായിട്ട് എന്താ പറയുക വ്ളോഗൊക്കെ എടുക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നല്ല മനോഹരമായിട്ട് അവിടെ തന്നെ ഒരുക്കി വെച്ചതിന് ശേഷം മെല്ലെ മെല്ലെ ഇട്ട് കാണിക്കുക എന്നുള്ള കോൺസെപ്റ്റൊന്നും എൻ്റെ തലയിൽ ഓടിയില്ല. അത് മാത്രമല്ല ഈ തെത്രപ്പണ്ടൊക്കെ ഇടയിൽ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് സാധാ ഒരാൾ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതേപോലെ ഒരു സാധനം ഒരെണ്ണത്താണെങ്കിൽ മറ്റേത് ഫ്രിഡ്ജിലായിരിക്കും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി എല്ലാം എടുക്കുന്നതാണ് കാണുന്നത്. സോറി, നെക്സ്റ്റ് ടൈം ഞാൻ എന്തെങ്കിലും കുക്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാം. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരറ്റ്, പിന്നെ ഉള്ളി, പിന്നെ ബ്രസൽസ് സ്പ്രൗട്ട്സ്, പിന്നെ പാസ്ലി. സോ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഇതിൻ്റെ റോസ്റ്റ് ചെയ്യുമ്പോൾ അറ്റത്തിടാൻ റോസ്മേരി, പിന്നെ സേജ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കുറച്ച് റോസ്മേരി. എൻ്റെ തലയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ ഇവിടെ തന്നെ. ഓക്കെ, ഇതൊക്കെ കട്ട് ചെയ്യാം. എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും വെജിറ്റബിൾസ് പ്രിപ്പ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒന്നും ഇഷ്ടമല്ല. നാട്ടിലാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതിന് മുമ്പ് അമ്മ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ കട്ട് ചെയ്ത് തരും. ഇവിടെ ആണെന്ന് വെച്ചാൽ അമലും കട്ട് ചെയ്ത് തരും. ഇന്ന് അവൾക്ക് മടിയുണ്ട്, ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അതെല്ലാം പണി ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ പാത്രവും ഞാൻ അവളെ കൊണ്ട് തന്നെയാണ് കഴിച്ചത്. ഞാൻ വെജിറ്റബിൾസ് എല്ലാം കൂടെ വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. സോ ഇതിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിയാൽ മതി. കാരണം ഇത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാൻ പോകുന്ന സാധനം. സോ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയാൽ മതി. നോർമലി ഇതിങ്ങനെ സ്റ്റഫ് ചെയ്യും. പക്ഷേ ഞാനെന്തായാലും ഉപ്പും കുറച്ച് ചില്ലി പൗഡറും പിന്നെ കൈ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പൗഡറൊക്കെ എടുത്തിട്ടാന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ ടർക്കിയുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ എസെൻസ് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ്. ബട്ട് സ്റ്റിൽ ഒരു വിശ്വാസക്കുറവ്. അതുകൊണ്ട് ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. കുറച്ച് പെപ്പർ ഞാൻ ഓൾറെഡി ഇട്ടു. കാരണം 2 കൈയും വേണം പെപ്പറിൻ്റെ. പിന്നെ കുറച്ച് ഉപ്പ് കൂടിപ്പോയി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഉപ്പ്, പിന്നെ കുറച്ച് ചില്ലി ഈഴങ്ങടെ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് അധികം പെപ്പർ, പിന്നെ കുറച്ചധികം ഉപ്പ്. കാര്യമാക്കണ്ട. സോ ഇതെല്ലാം കൂടെ എന്തായാലും ഉപ്പ് ഇതിന് കുറച്ച് കുറവായിട്ടേക്കണം. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു സോസായിട്ട് ഉണ്ടാക്കാം, വേറെ ഗ്രേവിയും സോസും വേറെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കണം. അപ്പം എന്തായാലും ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റണം. ആൻഡ് കുറച്ച് ട്രെയിലും ഇടണം. ഓക്കെ, ഈ കുക്കിങ്ങും വീഡിയോയുടെ പൊക്കും ഒരാൾ തന്നെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബാക്കി 2 അവിടെ ക്രിസ്മസ് വൈബ് എടുത്തിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് എന്താണ് ഇനി ഐശ്വര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുത്തിക്കയറ്റാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ സൈഡിലിട്ടാലും ഇതൊക്കെ എന്താ നമ്മുടെ ഉള്ളിയും ക്യാരറ്റും. സോ ഇതിലേക്ക് കുത്തി നിറച്ച് കൊടുക്കുക. ഇതൊന്നും ഇങ്ങനെയൊന്നല്ല കേട്ടോ അതിൻ്റെ മെയിൻ റെസിപ്പിയും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫിംഗ് ഒക്കെ ചെയ്യും എല്ലാവരും. പക്ഷേ ഇതൊക്കെ എൻ്റെതായ കാട്ടിക്കൂട്ടലാണ്. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും ഇവിടെ ഉള്ളവർ തിന്നുന്നതുകൊണ്ട് നോ പ്രോബ്ലം. യെസ്, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുത്തി നിറച്ചു, സൈഡിലൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കാല് പിടിച്ച് കെട്ടണം, എന്നിട്ട് നേരെ റോസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് നന്നാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും വെറും ഉപ്പും ഇതും ഇട്ടിട്ട് പെപ്പർ ഇട്ടിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇതൊരു ഇന്ത്യൻ/ബ്രിട്ടീഷ് കൈൻഡ് ഓഫ് ഡിഷ് എന്ന് വിളിക്കാം. അപ്പോൾ ഓക്കെ, ഇനി ഇതിനെ ഓവനിലേക്ക് കയറ്റണം. ഇതിലേക്ക് കയറ്റാൻ പോവുകയാണ്. ഒരു കാര്യം കാണിക്കാൻ മറന്നു. ഇതാണ് റോസ്മേരി വെറുതെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 ജസ്റ്റ് ഫോർ ഹൊറർ. അത് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുമ്പോൾ നല്ല രസമാണ്. പിന്നെ സേജും ഉണ്ട്. സേജും ഒരു 2 വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, സേജ് ഞാൻ ഉള്ളിൽ ഒത്തിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇത് മതി. ഓക്കെ, ടർക്കിയുടെ കാലൊക്കെ കെട്ടി ഇരിക്കണം. പക്ഷെ എന്നിട്ട് കുറച്ച് ഓയിൽ കൂടെ മുകളിൽ കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനുള്ളിൽ പക്ഷം റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നറിയാം. ഇതിപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ എടുക്കും മിനിമം. കുട്ടികളെ പോലെ രാവിലത്തെ കുറെ പരിപാടി തീർക്കാനുള്ള പരിപാടി നോക്കും. ആ സമയം ചേച്ചി എന്നെ വിളിച്ച് അവളുടെ അടുത്ത് കടത്തും. ബാക്ക്ഗ്രൗണ്ടിൽ വളവളവളാന്ന് കേൾക്കാം. അത് ഒരു ദരിദ്രവാസി സംസാരിക്കുന്നത്. യു കണ്ടിന്യൂ മുത്ത. ഓടി പറഞ്ഞു. താങ്ക് യു. Yes. And it's in a blanket. സോ ഇതാണ് പിഗ്സ് ഇൻ ബ്ലാങ്കറ്റ്. സോ അതായത് സോസേജിനെ ഒരു ബേക്കണിൽ പൊതിഞ്ഞിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഇത്. അപ്പം അത് കുക്ക് ചെയ്യുന്നത് ഇതിനാണ്. സോ ഇതിൻ്റെ വകയാണ് ഇത്. ഇതിൽ ഓരോന്നും ആഡ് ചെയ്യൊന്നുമില്ല. സോ
ജസ്റ്റ് ഇത് തന്നെ. പിന്നെ ഹാഷ് ബ്രൗണും ഇവൻ കുക്ക് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ അറിവ്. ലേറ്റസ്റ്റ് ന്യൂസ്. ചിലപ്പോൾ ആ സമയമാകുമ്പോൾ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യേണ്ടി വരും. എനിവേസ് ഇത് ഇവൻ ചെയ്യുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ഇത് കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവൻ്റെ ഗ്രാൻഡ്മ വരും ഇവിടെ ഞങ്ങളുടെ കൂടെ ഡിന്നർ കഴിക്കാൻ. സോ അതൊക്കെയാണ് ലേറ്റസ്റ്റ് ന്യൂസ്. ഇത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ എയർ ഫ്രൈ. Yes. സോ ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കും. ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് കിട്ടിയ ക്രിസ്മസ് പ്രസൻസ്. Naked for that turkey. And those off bits there. Okay. I might need to put that in like another 30 minutes. I'm sure you got it worked out, honey. Yeah. Because you listen to the Angry Scotsman, don't you? This looks good. ഏകദേശം റോസ്റ്റായി വരുന്ന 10 മിനിറ്റ് കൂടെ മതി. ആ സമയത്ത് നമുക്ക് കോക്ടെയിൽസ് ഉണ്ടാക്കുന്ന കാര്യം നോക്കാം. ഇത് എയർ ഫ്രയറിൽ ഇത് പ്രിപ്പയർ ആവുന്നുണ്ട്. മിക്സിൻ ബ്ലാങ്കറ്റ് ആയി വരുന്നു. കോക്ടെയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഈ വിസ്കി അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ഇത് യൂസ് ചെയ്യാം. ഇതും എനിക്ക് മാംഗോ ഇഷ്ടം, പക്ഷേ അമലു എന്നാണ് മറ്റേ കുട്ടിയുടെ പേര്. അവനും ഒക്കെ ഓറഞ്ചാണ് ഇഷ്ടം. അവന് മാംഗോ ഇഷ്ടമാണ്, പക്ഷേ ശരി ഓറഞ്ച് ജ്യൂസ് എടുക്കാം. അതും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കോക്ടെയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് അളന്ന് ഒഴിക്കും, എന്നിട്ട് വേറെ ജഗ് ഒക്കെ യൂസില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. സമയമാകുമ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചാൽ മതിയല്ലോ. സോ ഇത് ഞാൻ മിക്സ് ചെയ്ത് സെറ്റ് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് ലെമൺ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ലെമൺ ജ്യൂസും കുറച്ച് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ ആ കാര്യം നോക്കാം. ഞാനതിനകത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തു. അപ്പോൾ അത് സെറ്റ്. ഐസ് ക്യൂബ്സ് ഉണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കുടിക്കാം. ഡീൽ. അപ്പോൾ കോക്ടെയിൽ സെറ്റ്. നമ്മൾ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കോക്ടെയിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ ഡീൽ. ഇതാണ് നമ്മുടെ റോസ്റ്റായ കുട്ടൻ. ഇത് റോസ്റ്റ് എല്ലായിടവും വെന്തോ എന്നുള്ള പരിശോധനയിലാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ട് അറിയില്ല. അപ്പോൾ ഒന്നുകൂടെ എല്ലായിടമൊക്കെ ഒന്ന് കുത്തി നോക്കട്ടെ. വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ വെക്കും. പിന്നെ ഇവിടെയുള്ള ഈ ഓണിയനൊക്കെ എടുത്ത് അടിച്ചിട്ട് വേണം ഗ്രേവി ഉണ്ടാക്കാൻ. കുക്കായി കുറച്ച് നേരം കൂടെ വേണം. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ബേക്കനോട് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് കഴിഞ്ഞിട്ട് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ബേക്കൻ വേണ്ടി വരും. നമ്മൾ അതും കൂടെ ഇതിൻ്റെ തന്നെ എണ്ണ യൂസ് ചെയ്തിട്ട് അതിനെ കൂടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. കണ്ടില്ലേ, ചിക്കന് 6 പാക്ക് വന്ന പോലെ ഉണ്ട്. 1 2 3 4 5 ഒരു 10 പാക്ക് വന്ന പോലെ ഉണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. കാലം ഉണ്ടാക്കിയതൊക്കെ പ്ലേറ്റ് ചെയ്ത് വെച്ചു. ഞാനും ഏകദേശം എല്ലാം പ്ലേറ്റ് ചെയ്തു. ലാസ്റ്റ് ഗ്രേവിയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രേവി എന്ന് പറയുമ്പോൾ ഈ ടർക്കിയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഉണ്ടല്ലോ, അത് കുറച്ചെടുക്കുക. പിന്നെ വേറെ ഗ്രേവിയുടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു ഫാറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഗ്രേവി. ഡിന്നറിന് മുമ്പ് ഒരു സ്നീക്കി കോക്ടെയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഷാമ്പയിൻ പൊട്ടിച്ച് അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ആസ്വദിച്ച്, പിന്നെ ക്രിസ്മസൊക്കെ അല്ലേ, കുറച്ച് അടിയൊക്കെ വേണ്ടേ. അപ്പോൾ കുറച്ച് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂന്നടത്തായി എന്നൊക്കെ പറയുന്ന പോലെ ക്ഷീണിച്ച് അങ്ങനെ കിടപ്പായി. ഇതായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ്. അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.